ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നൊരു നിക്കാഹ് ഉണ്ട്, അതിൻ്റെ ഫംഗ്ഷന് വേണ്ടി പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. വർഷത്തിൽ ലക്ഷക്കണക്കിന് നിക്കാഹുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എത്ര പേർക്കറിയാം കേവലം 2 വാക്കിൽ ഒരു ആയുസിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കരാറാണ് ഒരു നിക്കാഹ് എന്ന്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഇക്കായെ കൂടെ പിക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ നിക്കാഹിൻ്റെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ 1 മണിക്കൂർ യാത്രയുണ്ട്. പോകുന്ന വഴിയിൽ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ കണ്ട് നമുക്ക് എന്തായാലും കല്യാണത്തിലൊക്കെ പങ്കെടുത്ത് വരാം കേട്ടോ. നമ്മളിൽ പലരും നിക്കാഹ് എന്ന ചടങ്ങിനെ വെറുമൊരു ഔദ്യോഗിക ചടങ്ങായോ അല്ലെങ്കിൽ സ്റ്റേജിലെ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള അവസരമായോ മാത്രമാണ് കാണുന്നത്. എന്നാൽ നിങ്ങളീ നിമിഷം സ്റ്റേജിൽ കാണുന്ന ഈ പവിത്രമായ ചടങ്ങിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയാൽ വിവാഹ ജീവിതത്തെ നോക്കിക്കാണുന്ന നിങ്ങളുടെ രീതി തന്നെ മാറും. ഈ വീഡിയോയിൽ ഒരു നിക്കാഹ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ യഥാർത്ഥ മൂല്യം എന്താണെന്നും നമുക്കിന്ന് ആഴത്തിൽ മനസ്സിലാക്കാം കേട്ടോ. നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ലുക്കായിട്ട് തന്നെ ഡ്രിങ്ക്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർമെലൺ ഉണ്ടായിരുന്നു, ലൈം ഉണ്ടായിരുന്നു, അതിലെന്തോ കളറും കൂടെ ചേർത്തിട്ട് നല്ല രസമായിരുന്നു കാണാൻ. അതുപോലെ കരിക്കൻ ഷേക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളോരോ ജ്യൂസ് എടുത്തിട്ട് നല്ല തിരക്കായിരുന്നു, അവിടെ നിന്ന് മാറി നിന്ന് കുടിക്കുകയായിരുന്നു. അപ്പോഴത്തേനും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശേഷം അവിടെ ഒരു വാട്ടർഫോൾസ് കണ്ടിട്ട് രണ്ടുപേരും അത് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുള്ളതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഉപ്പിലിട്ട പല വെജിറ്റബിൾസും, മാംഗോസ്, ക്യാരറ്റ്, നെല്ലിക്ക, തേനിലിട്ട നെല്ലിക്ക ഈശ്വരിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് ടീ ഉണ്ടായിരുന്നു, വെറൈറ്റീസ് ഓഫ് ടീ. അങ്ങനെ ടീ ഒന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ മുകളിലാണ് എത്തിയിട്ടുള്ളത്. നേരെ ലിഫ്റ്റിൽ കയറി താഴെ വന്നിട്ട് താഴെ എല്ലാവരോടും പോയി സംസാരിക്കാം, എല്ലാവരെയും പോയി കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണല്ലേ ഈ കുടുംബത്തിലുള്ളവരെയും അതുപോലെ തന്നെ എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ഒരു അവസരം. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിക്കാഹ് എന്ന് പറയുന്നത് വെറും ഒരു ചടങ്ങല്ല കേട്ടോ. 2 കുടുംബങ്ങൾ തമ്മിൽ ചേരുന്ന, അതുപോലെ തന്നെ 2 പേര് മാത്രം ചേരുന്നതല്ല, 2 കുടുംബങ്ങൾ തമ്മിൽ ചേരുന്ന ഒരു ഏറ്റവും വലിയൊരു കർമ്മമാണ് നിക്കാഹ്. അങ്ങനെ നമ്മൾ ബ്രൈഡിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ, അടിപൊളിയായിരുന്നു കേട്ടോ. ഈജാബും കബൂലുമാണ് നിക്കാഹാക്കി മാറ്റുന്നത്, അതായത് പ്രൊപ്പോസലും അക്സെപ്റ്റൻസും. അങ്ങനെ നമ്മൾ നേരെ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. ഗ്രൂമിൻ്റെ ഉമ്മച്ചിയും വാപ്പച്ചിയാണ് കേട്ടോ. ശേഷം ബ്രൈഡിൻ്റെ ഉമ്മച്ചിയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. സ്റ്റേജിലൊരു കാലി ചോദിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് കബൂൽ എന്ന ഒരു വാക്ക്. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന വാക്കാണ് കേട്ടോ. അത്രയും കാലം അപരിചിതരായിരുന്ന 2 പേരെ ഒന്നാക്കുകയും അവർക്കിടയിൽ ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും പാലം പണിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചെക്കൻ വന്നിട്ടുണ്ട്, ഗ്രൂം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കിങ്ങനെ വന്നിറങ്ങുന്ന സമയത്ത് പെണ്ണിൻ്റെ സഹോദരന് അളിയന് എന്തെങ്കിലും ഇങ്ങനെ കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ വാച്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിനി ചെറുക്കൻ നേരെ സ്റ്റേജിലേക്ക് വരും കേട്ടോ. അപ്പം നിക്കാഹ് എന്ന് പറയുന്നത് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിക്കാഹിലൂടെ 2 വ്യക്തികൾ ഒത്തുചേരുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പരം ബഹുമാനമാണ്. ഒരാളുടെ അഭിപ്രായങ്ങളെയും സ്വപ്നങ്ങളെയും മറ്റൊരാൾ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ആ ബന്ധം അടിപൊളിയായി മുന്നോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പറയുകയാണെങ്കിൽ പങ്കാളിക്കൊരു കരിയർ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതൊന്നും പറ്റില്ല അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയുന്നതിന് പകരം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വാക്കുണ്ടല്ലോ, അതാണ് നിക്കാഹ് എന്ന കരാറിൻ്റെ യഥാർത്ഥ സൗന്ദര്യം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ നിക്കാഹ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഭാവിയിൽ നിക്കാഹ് കഴിക്കാൻ പോകുന്ന ആളാണെങ്കിലോ ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യൂ. നിക്കാഹ് എന്നാൽ വെറും ഒരു ആഘോഷമല്ല കേട്ടോ, മറിച്ച് പരസ്പരം താങ്ങാവാനുള്ള ഒരു വാഗ്ദാനമാണെന്ന സത്യം മനസ്സിലുറപ്പിക്കൂ. അങ്ങനെ നിക്കാഹിന് സമയമായിട്ടുണ്ട്. അവിടെ സ്റ്റേജിൽ തകൃതിയിൽ എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇത് ഗ്രൂമിൻ്റെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റേജിൽ.
അപ്പോഴത്തേനും ഇക്കാടെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. മൂത്ത ബ്രദറാണ് കേട്ടോ, അതായത് ഇക്കാടെ വല്യമ്മയുടെ മോനാണ്. കുഞ്ഞുമ്മായും വല്യമ്മായും കൊച്ചാപ്പായും വല്യപ്പായും മക്കളും ചെറുമക്കളും എല്ലാവരെയും നമ്മളിങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ കൂടുമ്പോഴാണ് ഒരുപാട് നേരം സംസാരിക്കാനും അവരോട് ഇടപഴകാനും ഒക്കെ നമുക്ക് സമയം കിട്ടുന്നതല്ലേ. ശേഷം ചെറുക്കൻ്റെ ഫാമിലിയിൽ നിന്നും, അതായത് ഗ്രൂമിൻ്റെ സൈഡിൽ നിന്നുള്ള ഫ്രണ്ട്സും അതുപോലെ ബ്രദേഴ്സും കസിൻസും ഒക്കെ ചേർന്നിട്ട് ഒരു തീമായിരുന്നു കേട്ടോ യൂണിഫോമും. മാഷാ അല്ലാ, അതും അടിപൊളി തന്നെയായിരുന്നു. അതൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം ബ്രൈഡിൻ്റെ എൻട്രിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയും വാപ്പച്ചിയാണ് വല്ലതും ഇടതുമുള്ളത്. തൊട്ട് പിന്നാലെ ബ്രോ ഉണ്ട്, ബാക്കിൽ നിന്ന് അവരുടെ എല്ലാവരും ഉണ്ട് കേട്ടോ, കസിൻസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സ്റ്റേജിൽ പോയിട്ട് കാണാം. രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും വലതും ഇടതുമായിട്ട് സ്റ്റേജിലേക്ക് കൊണ്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ശേഷം ഒരു സ്റ്റെപ്പ് കയറി ഗ്രൂം വന്ന് കൈപിടിച്ച് ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കയറ്റുന്നതാണ്. എല്ലായിടത്തും സംഭവിക്കുന്നത് പോലെ തന്നെ ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ട്. പോപ്പർ ഉണ്ടല്ലോ, അതൊന്നിങ്ങനെ കൈപിടിച്ച് കയറ്റുന്ന സമയത്ത് അത് ഇപ്പോഴും പൊട്ടണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ അത് സമയത്ത് പൊട്ടില്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് അടിച്ച ശേഷമാണ് അതെല്ലാം പൊട്ടിയത്. മാഷാ അല്ലാ, അങ്ങനെ അവർ രണ്ടുപേരും നല്ലൊരു ജീവിതം കിട്ടട്ടെ. അള്ളാഹു മരണം വരെയും ഹൈറായ ജീവിതം കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇനി നടക്കാനുള്ളത്. ഇനി താലികെട്ടിൻ്റെ കർമ്മങ്ങളൊക്കെയാണ് കേട്ടോ കാണാനുള്ളത്. ഈ സ്റ്റേജിൽ തന്നെയായിരുന്നു കേട്ടോ നിക്കാഹൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. നെക്സ്റ്റ് മോനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ. ഇതേ നാത്തൂനാണ് വരൻ്റെ കയ്യിൽ ഇങ്ങനെ മാല കൊടുത്തിട്ട് വധുവിനെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. ആദ്യം മാല കയ്യിൽ കൊടുക്കും, ശേഷം അത് കഴുത്തിൽ വാങ്ങിച്ച് ഇട്ട് കൊടുക്കുന്നവരുണ്ട്. ചിലർ നാത്തൂമാരാണ് ഇങ്ങനെ മാല കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കാറുള്ളത്. തിരുവനന്തപുരത്ത് തന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോരോ രീതികളിലായിരിക്കും കല്യാണം. അപ്പോൾ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വടക്കൻ ജില്ലകളിൽ ഇതിൽ നിന്നും വെറൈറ്റീസ് ആയിരിക്കും, ഇതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരിക്കും. അത് തെക്കൻ ജില്ലയിലേക്ക് പോകുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും. അപ്പോൾ ഒരു ജില്ലയിൽ തന്നെ പല പല സ്ഥലത്തും പല രീതിയിലാണ് കല്യാണം നടക്കുന്നത്. ശേഷം ഇങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് താലിയെല്ലാം കെട്ടിയ ശേഷം ഇങ്ങനെ ബ്രൈഡിൻ്റെ മദർ പാല് കൊണ്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ആദ്യം 3 പ്രാവശ്യം ഗ്രൂം കുടിക്കും, പിന്നെ ബ്രൈഡ് കുടിക്കും. ശേഷം നമുക്ക് ഈ പാല് തിരിച്ച് കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഗോൾഡ് കൊടുക്കണം കേട്ടോ. അതാണ് ഇവിടുത്തെ നമ്മുടെ ആചാരം. അങ്ങനെ ഇതേ ഫോട്ടോഗ്രാഫർ വന്നിട്ട് പാലിങ്ങനെ പിടിച്ചു കൊടുക്കുന്നതായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ ഒരു ഓർണമെൻറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി ബാക്കി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നമുക്കതൊക്കെ കാണാം കേട്ടോ. നിക്കാഹിനെ കുറിച്ച് പറയുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ആഴത്തിലുള്ള സ്നേഹവും കരുണയും. ഇതെന്തുകൊണ്ടാണ് ഇത്രയും വലിയ പ്രാധാന്യമുള്ളതെന്നറിയോ? ജീവിതം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല. സന്തോഷമുള്ള സമയത്ത് സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ വിഷമം വരുന്ന ഘട്ടങ്ങളിൽ നമ്മൾ പരസ്പരം കരുണ കാണിക്കാൻ കഴിയണം. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വളർന്നു വലുതായവർ ഒന്നിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണല്ലേ. ഞാൻ പറഞ്ഞതാണ് ശരി എന്നത് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതമാണ് വലുത് എന്ന് ചിന്തിക്കാൻ കഴിയുന്നിടത്താണ് ഒരു നല്ല ദാമ്പത്യം രൂപപ്പെടുന്നത്. അങ്ങനെ ഇക്ക നമ്മുടെ അവിടെ നിർത്തിയിട്ട് ഇക്ക പോയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് തിരിച്ച് ഷോപ്പിൽ പോകണം, ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ഞാനും ഉമ്മായും മക്കളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശേഷം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ക്ലോസ്ഡ് അല്ലായിരുന്നു ഡോറ്. ആരെങ്കിലും കഴിച്ചെണീച്ചാൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലുള്ള സംവിധാനമായിരുന്നു. അതുകൊണ്ട് ആർക്കും ഡോറിൻ്റെ പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്ത് മുഷിയേണ്ട ഒരു അവസ്ഥയില്ലായിരുന്നു. എന്തായാലും അടിപൊളി, മാഷാ അല്ലാ, നല്ലൊരു നിക്കാഹ് ഡേ തന്നെയാണ് കേട്ടോ. ശേഷം ബന്ധുക്കളെയൊക്കെ കണ്ട് ചേട്ടത്തിയാണ് വിശേഷങ്ങളൊക്കെ പറഞ്ഞെന്ന് സംസാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അവരൊക്കെ ഫുഡ് കഴിച്ചിറങ്ങിയ ടൈമായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഇക്കാടെ ബ്രദറാണ്, മൂത്ത ഇക്കായാണ് കേട്ടോ. എൻ്റെ നാത്തൂൻ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്, ഇക്കാടെ സിസ്റ്ററാണ്. ശേഷം നല്ല ചൂട് ചോറാണ്, മട്ടൻ ബിരിയാണി ആയിരുന്നു. ഈശൽ തൊട്ടപ്പോൾ തന്നെ നല്ല ചൂടായിട്ട് ഇങ്ങനെ ചൂടെന്നും പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ചു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഐസ്ക്രീമും അതുപോലെ ബ്രൗണിയും ഗുലാബ് ജാമും. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷം ഇതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്.
ഇശല് പോയി നേരെ അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആയിഷ നസ്റിൻ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് പിന്നിലാണ് ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മോളാണ് കേട്ടോ. എല്ലാവരെയും ഒരുമിച്ച് കാണുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു സന്തോഷം തന്നെ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും നിക്കാഹിൻ്റെ യഥാർത്ഥ പ്രാധാന്യം അറിയേണ്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി ബ്രൈഡും ഗ്രൂമും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടെ. മക്കളെ രണ്ടുപേരെയും കാണാനില്ല. കളിച്ച് ഓഡിറ്റോറിയത്തിന് പുറത്തിറങ്ങിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവരെ നോക്കി ഇറങ്ങിയ സമയത്താണ് ഇക്കാടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടത്. അപ്പോൾ അവർ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതേ അവരെ ഓഡിറ്റോറിയത്തിൽ വിളിച്ച് അകത്തുകൊണ്ടിരുത്തിയിട്ടുണ്ട്. ഞാൻ ഈശ്വരനെ കൊണ്ടാക്കിയിട്ട് ആയിഷ നസ്റിനെയും തേടി പോണ വഴിക്കാണ് ബ്രൈഡും ഗ്രൂമും ഇതേ കാറിൽ കയറി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒപ്പം ഓളെന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതാണ്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം ഇൻഷാ അല്ലാഹ്.